ഡെത്ത് അനലൈസർ പരിശോധനയിൽ 15 ദിവസം കൊണ്ട് പിടിയിലായത് 100 ജീവനക്കാർ, സ്റ്റേഷൻ മാസ്റ്റർ, വെഹിക്കിൾ സൂപ്പർവൈസർ അടക്കമുള്ളവർക്ക് മദ്യപിച്ചതിന് പിടിവീണു. KSRTCയിലെ 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സ്വിഫ്റ്റിലെയും KSRTCയിലെ താൽക്കാലിക ജീവനക്കാരെയും അത് 26 പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അത്. ഇത്രയധികം പേരൊക്കെ ഒരു പ്രത്യേകിച്ചും ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്ന KSRTCയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയതിന് ഇങ്ങനെ പിടിയിലാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്രമാത്രം ഫിറ്റായിട്ടൊക്കെ പോകാൻ പാകത്തിനുള്ള ഒരു സ്ഥലമാണോ അത്? ഇങ്ങനെ ഒരു പൊതുവായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പരിശോധന ഒന്നും നടക്കാറില്ലേ അവിടെ? എന്തോ കാലാകാലങ്ങൾ നിലനിന്നിരുന്ന ഒരു പരാതിയാണ്. പക്ഷേ അതിൽ തന്നെ ഒരു അന്വേഷണമോ പരിശോധനമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ 15 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് 100 ജീവനക്കാർ പിടിയിലായിരിക്കുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ പരിശോധനകൾ. ഇതിൽ 50-ലധികം പേർ ഡ്രൈവർമാരാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾ, ആ ബസ്സുകളിലെ ഡ്രൈവർമാർ ഉൾപ്പെടെ, സ്വിഫ്റ്റ് ഉൾപ്പെടെ ഉള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. കണ്ടക്ടർമാർ, ഡ്രൈവർ കം കണ്ടക്ടർമാർ, സൂപ്പർവൈസർമാർ, മെക്കാനിക്ക്, ഈ തരത്തിൽ KSRTCയിലെ മിക്കവാറും മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ആദ്യഘട്ട പരിശോധനയിൽ 15 ദിവസത്തെ പരിശോധനയിൽ തന്നെ 100 പേർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ഇതിൽ 25,000-ഓളം ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. ഒരുപക്ഷെ പോലീസ് സേന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഒന്നാണ് KSRTC. അവിടെയാണ് ഈ തരത്തിൽ ഏറ്റവും നിരുത്തരവാദപരമായ രീതിയിൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എൽദോ പറഞ്ഞതുപോലെ തന്നെ കാലങ്ങളായി നിൽക്കുന്ന ഒരു സാഹചര്യം, വാഹനാപകടങ്ങൾ, KSRTC ബസ്സുകൾ അപകടങ്ങളിൽ പെടുന്ന സാഹചര്യങ്ങളും മനുഷ്യജീവനുകൾ പൊലിയുന്ന ആ സംഭവങ്ങളും അത് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം വാഹനാപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അതിൽ എത്ര പേരാണ് ഈ തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ ആ വാഹനങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്തിരിക്കുന്നത്. വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നത് മാത്രമല്ല, കണ്ടക്ടർമാർ മദ്യപിച്ച് അവർ അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ പെരുമാറിയാൽ ഒരുപക്ഷെ ബസ്സിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അതൊക്കെയും ശ്രദ്ധിക്കാതെ ബെല്ല് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആളുകൾ വാഹനത്തിൽ നിന്ന് വീണ് അവർ ഈ ടയറിനടിയിൽ പെടുകയോ അല്ലെങ്കിൽ വീണ് പരിക്കേൽക്കുകയോ ചെയ്ത സംഭവങ്ങൾ അനവധിയുണ്ട്. അതെല്ലാം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു സാഹചര്യമായി ഇപ്പോഴത്തെ പരിശോധന മാറിയിരിക്കുകയാണ്. ഈ 15 ദിവസത്തെ പരിശോധനയിലാണ് 100 പേർ പിടിയിലായിരിക്കുന്നത്. യൂണിയനുകളും ഇക്കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. തിരഞ്ഞെടുപ്പ് കാലമാണ്. മാത്രവുമല്ല, നമ്മൾ KB ഗണേഷ് കുമാർ മന്ത്രിയായി വന്ന ശേഷം അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ, അത് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലാകട്ടെ, ഡീസൽ ബസ്സുകൾ കൂടുതൽ കൊണ്ടുവരണം എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം, അത് വലിയ വിവാദമാകുന്നു. അത്തരത്തിൽ പിന്നീട് അദ്ദേഹം ചില തീരുമാനങ്ങൾ, ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിലൊക്കെയും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയും വലിയ തോതിൽ വിവാദമായിരുന്നു. പക്ഷേ ഈ ഒരു തീരുമാനത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ കയ്യടി ലഭിക്കുകയാണ്, അംഗീകാരം ലഭിക്കുകയാണ്. നിരവധി മനുഷ്യജീവൻ നമുക്ക് അറിയാം. ഈ വർഷം തുടങ്ങിയ ശേഷം ഇതുവരെ റോഡ് അപകടങ്ങളിൽ 673 പേരാണ് മരിച്ചത്. അത് KSRTC മാത്രമല്ല, എല്ലാത്തരം റോഡ് അപകടങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. റോഡ് അപകടങ്ങളിൽ ആകെ മരിക്കുന്ന ആളുകളുടെ എണ്ണം അത് വർഷാവർഷം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നാറ്റ്പാക്കിൻ്റെ ഒക്കെയും കണക്കുകൾ വരാറുണ്ട്. അതിലെല്ലാം തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള 14,000, 16,000 എന്ന ഒരു സംഖ്യയിലൊക്കെയാണ് പലപ്പോഴും വർഷാവർഷം ഇങ്ങനെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം. അതിൽ തന്നെ KSRTC ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അത് ആളുകളുടെ മരണത്തിനിടയാക്കുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ അവരെ അംഗവൈകല്യം അവർക്കുണ്ടാക്കുന്ന ദീർഘകാലം കിടപ്പ് രോഗികളാക്കി മാറ്റുന്ന തരത്തിലുള്ള അപകടങ്ങൾ, ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആ അപകടങ്ങളുടെ തോത് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഞെട്ടിക്കുന്ന കണക്കാണ്. 15 ദിവസത്തെ പരിശോധന കൊണ്ട് 100 പേരെ പിടികൂടിയിരിക്കുന്നു എന്ന കണക്കാണ് നമുക്ക് KSRTCയിൽ നിന്ന് ലഭിക്കുന്നത്. വിനോദ്, ഇതിപ്പോൾ മിനിസ്റ്റർ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പരിശോധന സംഘടിപ്പിച്ചത്. മാത്രമല്ല, ഇത് വളരെ അപ്രതീക്ഷിതമായി എത്തി കുടുങ്ങുകയായിരുന്നു ഇവർ. കാരണം അങ്ങനെ ഒരു പരിശോധന ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി ഒരു മുൻകരുതൽ എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ 15 ദിവസം നീണ്ട പരിശോധനയിൽ 100 പേർ പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞാണെങ്കിൽ പോലും അറിയില്ലേ? അപ്പോൾ ഒരു അത്തരത്തിലുള്ള മുൻകരുതലിന് പോലും തയ്യാറാകാതെ വളരെ ധൈര്യപൂർവ്വം വന്ന് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുക എന്നുള്ള ഒരു സാഹചര്യമൊക്കെയല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
എൽദോ ഇതിൽ നമുക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഹാബിറ്റ്, ഇങ്ങനെ ശീലിച്ച ആളുകൾ അത് തുടരും. ഒരുപക്ഷെ വർഷങ്ങളായി അത് ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് ഹാജരാകുകയോ ചെയ്യുന്ന ആളുകൾ. ഇത് KSRTCയിൽ മാത്രമല്ല എൽദോ, നമുക്കറിയാം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഉച്ചസമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് സെക്രട്ടേറിയറ്റിന് സമീപത്തെ പല ഇടവഴികളിലും ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ, മദ്യവുമായി നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലെ ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ PK ശ്രീമതി പണ്ട് നിയമസഭാ അംഗമായിരുന്നപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ ഈ അടുത്ത് വന്നു പോകുന്ന ആളുകൾ, ചിലർ വന്നു പോകുമ്പോൾ മദ്യത്തിൻ്റെ മണമുണ്ട്, അതായത് നിയമസഭാംഗങ്ങൾ പോലും സഭയിലെത്തുന്നതിന് മുൻപ് മദ്യപിച്ച് എത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവിടെയാണ് ഒരു വകുപ്പിൽ ഇങ്ങനെ ഒരു പരിശോധന, പ്രത്യേകിച്ച് അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ജീവനുകൾ അത് ഈ ബസ്സിൽ യാത്ര ചെയ്ത്, സാധാരണക്കാരാണ്, സ്വന്തമായി വാഹനമില്ലാത്ത ആളുകൾ പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗിക്കുന്നു. അവർ അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ യാത്ര ചെയ്ത് പോകുന്ന ഒരു സംവിധാനം, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായി അവർ സുബോധത്തോടെ അവരുടെ ജോലി ചെയ്യുക എന്നത് കൃത്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് ഗതാഗത മന്ത്രിയുടെ ഈ തീരുമാനം വളരെ പ്രശംസനീയമായി മാറുന്നത്. പൊതുജന സമൂഹത്തിൽ നിന്ന് അതിന് വലിയ കയ്യടി കിട്ടുന്നത്. ഈ 15 ദിവസം കൊണ്ട് 100 പേരെ പിടികൂടിയപ്പോൾ അതിൽ 51 പേർ KSRTCയിലോ സ്വിഫ്റ്റിലോ വാഹനം ഓടിക്കുന്ന ആളുകളാണ്, ഡ്രൈവർമാരാണ് ഈ പകുതിയിലധികം പേരും. അതുതന്നെയാണ് ഇതിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. ഇത്രയധികം ആളുകളെ സൂപ്പർഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലുമൊക്കെ കുത്തി നിറച്ച്, ലോക്കൽ ബസ്സിലുമൊക്കെ ആളുകളെ കുത്തി നിറച്ചോ ആ തരത്തിൽ വലിയ തോതിൽ നിർത്തിക്കൊണ്ടൊക്കെയും പോകുന്ന ഒരു സാഹചര്യം. അത്രയധികം ആളുകൾ ആ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അത് ഓടിക്കുന്ന ആൾ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളൊരു തെറ്റായ പ്രവണതയ്ക്കാണ് ഇപ്പോൾ ഈ അന്ത്യം കുറിക്കുന്നത്. ഡിജോ കാപ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ്. 15 ദിവസം ഏതാണ്ട് 100 പേർ പിടിയിലാകുക, ബ്രത്ത് അനലൈസർ. ഇതൊരു പതിവ് സംഭവമാണോ KSRTCയിൽ ഇത്തരത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് എത്തുക എന്നുള്ളത്? KSRTCയിലെ ജീവനക്കാരെ ബാക്കി യൂണിഫോം ഇട്ട എന്നുള്ളത് കൊണ്ട് മറ്റ് ഡ്രൈവർമാരിൽ നിന്ന് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല. അവരിലും നല്ല ഡ്രൈവർമാര്, നല്ല ചിട്ടയായി വണ്ടി ഓടിക്കുന്നവരുണ്ട്, എന്നാൽ ഉഴപ്പുന്നവരുണ്ട്. ആ ഉഴപ്പുന്ന സമൂഹമാണ് വൈകിട്ട് ചിലപ്പോൾ ഒരെണ്ണം അടിച്ചേച്ച് പോവുകയും അതിന്റെ ഹാങ് ഓവർ മാറാൻ പിറ്റേ ദിവസം അടിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരികയും ചെയ്യുന്നത്. അവരുടെയൊക്കെ പേരിൽ മാതൃകാപരമായ നടപടി തന്നെ എടുക്കണമില്ല. അത് വെച്ച് കഴിഞ്ഞാല് ഇത് 10-60 പേരുടെ ജീവനാണ് ബസ്സിലുള്ളവരുടെ, പിന്നെ വഴിയെ നടന്നു പോകുന്നവരുടെ. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ യൂണിയന്റെ ലേബല് നോക്കാതെ തന്നെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ KSRTCയിൽ എപ്പോഴും ആക്ഷേപം വരുന്നത് അതിന്റെ വിജിലൻസ് വിഭാഗവും ട്രേഡ് യൂണിയന്റെ ആളുകൾ തന്നെയാണ്. അപ്പൊ തങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഫയലങ്ങ് മുക്കുക ചെയ്യുന്നത്. അപ്പൊ അതുണ്ടാവരുത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം. അപ്പൊ കർശന നടപടി ഉണ്ടാകും എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുശീലമുള്ള മറ്റ് ആളുകളും ആ ദുശീലത്തിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ തന്റെ പണി പോകും എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ഡിജോ കാപ്പൻ. നമ്മൾ ഇപ്പോൾ ഒരു പക്ഷേ, ഹലോ ശ്രീ ഡിജോ കാപ്പൻ, കേൾക്കാമോ? ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ പോലീസിന്റെ പരിശോധന പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചിട്ട്. പക്ഷേ അവ പലപ്പോഴും ഇതുപോലെ KSRTC ബസ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ വകുപ്പുകളുടെ വാഹനങ്ങളിലോ ഒക്കെ ഇത്തരം ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പരിശോധനയൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരെ പരിശോധിക്കാറുണ്ട്, സ്കൂൾ ബസ് പോലും പരിശോധിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ KSRTC പലപ്പോഴും ഒഴിവാക്കിയല്ലേ വിടാറ് ഈ പോലീസിന്റെ പരിശോധനയിൽ പോലും? അത് പലപ്പോഴും അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയാറുണ്ട്, ഞങ്ങൾ അധ്വാനിക്കുന്നത് വാങ്ങുകൊണ്ടാണ് നീക്ക് 1-ാം തീയതി ശമ്പളം മേടിക്കുന്നത്. അതുകൊണ്ട് നമ്മള് രണ്ടുപേരും ഒരേ സർക്കാരിലെ അധികാരികളാണ്, വ്യത്യസ്ത അധികാരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ആയിരിക്കാം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ യൂണിഫോം കാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് അത് പിന്നെ വളരെ നന്ദി. ഇപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗണേഷ് കുമാർ, എന്നാലും ഞെട്ടിക്കുന്ന ഒരു കണക്ക് വന്നു, അതുകൊണ്ടാണ് താങ്കളുമായി ബന്ധപ്പെട്ടത്. ഈ 100 പേര് 15 ദിവസത്തിനുള്ളിൽ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പിടികൂടുക എന്നുള്ളത്, അതിൽ എന്ത് നടപടിയിലേക്കാണ് പോവുക? ഇതിൽ കൃത്യമായ നടപടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി മദ്യപിച്ച അവസ്ഥയിൽ ഡ്യൂട്ടിക്ക് വന്നാൽ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. 1 മാസം കഴിയുന്ന 31-ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കയറ്റും. ഡ്യൂട്ടിയിൽ ഇരിക്കെ മദ്യപിച്ചാൽ, രാവിലെ വന്നു ഡ്യൂട്ടിയിൽ കയറുമ്പോൾ മദ്യപിച്ചിട്ടില്ല, ഡ്യൂട്ടിക്കിടയിൽ പിടിച്ചാൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അത് 91-ാമത്തെ ദിവസം തിരിച്ചു കയറാം. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഒരുപാട് ചർച്ചകളൊന്നുമില്ല. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവാണ്. അതുകൊണ്ട് എല്ലാ ഡിപ്പോകളിലേക്കും ബ്രത്ത് അനലൈസർ വാങ്ങുകയാണ്.
രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഡ്രൈവർമാർ കണ്ടക്ടർമാർ മാത്രമല്ല സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റ് സ്റ്റാഫുകളും മെക്കാനിക്കുകളും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഊതാം. ഓഫീസിൽ ഇരുന്നു കൊണ്ടോ വർക്ക്ഷോപ്പിലോ മദ്യപിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഇനി അനുവദിക്കത്തില്ല. അതായത് ഇതൊരു സ്ഥിരം പ്രക്രിയയാക്കി മാറ്റുകയാണ്. എല്ലാ ദിവസവും രാവിലെ ബ്രത്ത് അനലൈസർ പരിശോധന ഉണ്ടാകും. എല്ലാ ദിവസവും ട്രിപ്പിൽ വണ്ടി കയറി റെയിൽവേയിലുണ്ട്. റെയിൽവേ ലോക്കോ പൈലറ്റ്സിനെ പരിശോധിക്കാറുണ്ട്, ഫ്ലൈറ്റിൽ പോകുന്ന പൈലറ്റുമാരെ പരിശോധിക്കാറുണ്ട്. കാരണം വണ്ടിയിൽ ഇരിക്കുന്ന 10-60 പേരുടെ ജീവിതം മാത്രമല്ല, റോഡിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവനും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പരിഷ്കാരം നടപ്പിലാക്കിയത്. മറ്റുള്ളവർ മദ്യവെച്ച് വണ്ടി ഓടിച്ചാൽ അവരെ പോലീസ് പിടിക്കുകയും വലിയ ഫൈൻ അടിക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമ്പോൾ KSRTCക്ക് അതിനൊരു എക്സംഷൻ കൊടുക്കുന്നത് ശരിയല്ല. മദ്യവെച്ച് ഡ്രൈവിങ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, ഇത് രണ്ടും ഈ സംസ്ഥാനത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കർശന നിലപാടാണ്. അത് ഒരു വിട്ടുവീഴ്ച എല്ലാ യൂണിയൻസും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ല. മദ്യവെച്ച് വണ്ടി ഓടിക്കാൻ ജീവനക്കാരെ അനുവദിക്കണമെന്ന് ഒരു യൂണിയൻകാരും അവരുടെ നേതാക്കന്മാരോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. തൊഴിലാളി സംഘടനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയിലാണ് നടപടി അല്ലേ? പൂർണ്ണ പിന്തുണയുണ്ട്. പല സ്ഥലത്തും ഹാൾട്ട് സ്റ്റേ കിടക്കുന്ന വണ്ടികളിൽ കാന്തല്ലൂരിൽ സ്റ്റേ കിടന്ന വണ്ടിയിൽ പരിശോധിച്ചു. 5 വണ്ടിയിൽ 10 പേരുണ്ടായിരുന്നു. അതിൽ 9 പേര് മദ്യപിച്ചിരുന്നു. 10ാമത്തെ ആളെയോ നല്ല മാന്യനാണല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ബാഗ് വാങ്ങിച്ചു നോക്കി. അദ്ദേഹം ഒരു കുപ്പിയും വെള്ളവും ഗ്ലാസുമായിട്ട് വരികയായിരുന്നു. നമ്മൾ ഓർഡിനറി സിനിമയിൽ കാണുന്ന പോലെയാണ്. അതുകൊണ്ട് അത് അനുവദിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല. ജനങ്ങളുടെ ഒരു വിശ്വാസം, അതായത് ഞാൻ ഈ വാഹനത്തിൽ കയറിയാൽ എനിക്ക് അപകടങ്ങളില്ലാതെ എന്റെ വീട്ടിലെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ആദ്യം KSRTC ആർജിക്കേണ്ടത്. KSRTC ഇന്നലെ റെക്കോർഡ് 16 തിങ്കളാഴ്ച റെക്കോർഡ് കളക്ഷനാണ് KSRTCക്ക്. കളക്ഷനോടൊപ്പം തന്നെ ചെലവും വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. KSRTC ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കിയാൽ നഷ്ടക്കണക്കിൽ നിന്ന് ലാഭക്കണക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എല്ലാ ചെലവും പോയിട്ട് ഒറ്റ ദിവസം, അതായത് കളക്ഷൻ വന്നാൽ KSRTC ഞങ്ങൾ എല്ലാ ചെലവുകളും കട്ട് ചെയ്തിരിക്കണം. വൈദ്യുതി ചാർജ് അടക്കമുള്ള സർവ്വ ചെലവും കട്ട് ചെയ്യാൻ KSRTC അനാവശ്യമായ എല്ലാ ചെലവും ഒഴിവാക്കി ജീവനക്കാർ വളരെ കാര്യമായി സഹകരിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പത്തനാപുരം നിയമമണ്ഡലത്തിലെ ആ ഡിപ്പോയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 7.5 ലക്ഷം രൂപയുടെ കളക്ഷൻ അധികം വന്നു. അവിടുത്തെ ആ ഡിപ്പോയിലെ റെക്കോർഡ് ഇന്ന് വരെയുള്ള റെക്കോർഡ് കളക്ഷനാണ് വന്നിരിക്കുന്നത്. ജീവനക്കാരെ നല്ല സഹകരണമുണ്ട്. ഈ മദ്യപിച്ചുകൊണ്ട് ഉള്ള സഹകരണം വേണ്ട. ഞാൻ മറ്റൊരു വിഷയത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ മിനിസ്റ്റർ. അതായത് ഈ നമുക്കറിയാം നാഷണൽ ഹൈവേയിൽ നിരത്തുകളിൽ പലയിടത്തും പണി നടക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. വലിയ ബ്ലോക്കുകളാണ്. മണിക്കൂറുകൾ നീണ്ടുപോകുന്നു. യാത്രകൾ വലിയ ബ്ലോക്കുകൾ കാണുന്നു. ഏതാണ്ട് എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് രാത്രി 7 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ്സാണ്. രാവിലെ 6-ന് എത്തേണ്ട വണ്ടി 5 മണിക്കൂർ ലേറ്റ്. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതായത് കഴിഞ്ഞ 16 മണിക്കൂറായി ഈ പാവം മനുഷ്യൻ ഓടിക്കുകയാണ്. 11 മണിയായി രാത്രി എത്തിയപ്പോൾ പുലർച്ചെ 4 മണിക്ക് പോവുകയും വേണം. അപ്പോൾ അതായത് ഈ ഡ്രൈവർമാർക്ക് വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് പണി നടക്കുന്നതുകൊണ്ടാണ്, ബ്ലോക്കാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും ആ മനുഷ്യന്റെ ഒരു സാഹചര്യം, അതിനെന്തെങ്കിലും പരിഹാരത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? അതെല്ലാം തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒന്നാമത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും വന്ന് വിശ്രമിക്കുന്ന സ്ഥലങ്ങളെല്ലാം എയർ കണ്ടീഷൻ ചെയ്യാൻ. കാരണം അവർ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയാൽ മാത്രമേ വിശ്രമിച്ചാലേ പിന്നെ ഡ്രൈവിംഗ് നന്നാവുള്ളൂ. അതുകൊണ്ട് ഒരു പാപ്പനംകോട് അടക്കം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ വന്ന് ഹാൾട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ കരുനാഗപ്പള്ളിയിലൊരു ഡോർമെട്രി അവിടുത്തെ MLA-മാരുടെ സഹായത്തോടെ, മുൻ MLA ഇപ്പോഴത്തെ MLA, അത് എയർ കണ്ടീഷൻ ചെയ്യാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും താമസ സൗകര്യങ്ങൾ അവർക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡ്യൂട്ടിയെ സംബന്ധിച്ച് ഈ റോഡ് പണി നടക്കുന്നുണ്ട്, വലിയ ബ്ലോക്കാണ്. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആരെങ്കിലും ശ്രദ്ധയിൽ ഉന്നയിച്ചിരുന്നോ? ഇല്ല, ഞാൻ തന്നെ കണ്ടു. കാരണം പല വണ്ടികൾ ഇങ്ങനെ 1.5 മണിക്കൂർ 2 മണിക്കൂർ താമസിച്ചൊക്കെ തിരുവനന്തപുരം എറണാകുളമാണ് ഭയങ്കര ഡിലേ വരുന്നത്. അവിടെയാണ് ഈ പണി നടക്കുന്നത്. അവിടെ വലിയ പ്രയാസമാണ് പോകാനായിട്ട്. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അതിനനുസരിച്ച് അവര് ഡ്യൂട്ടി സമയം കൂടുന്നതനുസരിച്ച് അവർ ശമ്പളം കിട്ടുന്നത്. ശമ്പളം കൊടുത്തുകൊണ്ട് കാര്യമില്ല. അത്രയും സമയം ഒരാൾ സ്റ്റിയറിംഗിന് മുമ്പിൽ ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്നത് അപകടങ്ങൾ കൂടുതലുണ്ടാക്കും. ഈ ഡ്യൂട്ടി പാറ്റേണിലൊക്കെ ഒരു മാറ്റം വരും. അതനുസരിച്ച് ആവശ്യത്തിന് വിശ്രമം ഒക്കെ കിട്ടും. KSRTC നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യാമെന്ന് ട്രേഡ് യൂണിയനുകളുമായിട്ട് ഞങ്ങളൊരു ചർച്ച ചെയ്ത് അവരും എഗ്രി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ജീവനക്കാർ കഠിനമായ ജോലി ചെയ്യിക്കില്ല, അതിനാ സംശയം. പക്ഷെ കൃത്യമായ ജോലി ചെയ്യിക്കും. കഠിനമായ ജോലി ചെയ്യിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ല, കൃത്യമായ ജോലി ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. വലിയൊരു ഇമ്പ്രൂവ്മെന്റ് KSRTCയിൽ ഉണ്ടാകും എന്നൊരു സംശയമില്ല. KSRTCയുടെ ഒരു കേരളത്തിന്റെ ഒരു ട്രാവൽ കൾച്ചർ മാറ്റും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം KSRTCയിൽ യാത്ര ചെയ്തിരുന്നു. ഈ കൊടും ചൂടിൽ പലപ്പോഴും നമ്മുടെ സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റ് പാസഞ്ചറും ഒക്കെ നമ്മൾക്ക് യാത്ര അസാധ്യമായ വിധത്തിൽ
ഒരു സാഹചര്യമുണ്ട്. ഈ കൂടുതൽ AC ബസ്സുകൾ ഇറക്കാനുള്ള ഒരു പദ്ധതി വല്ലതും ആലോചനയിലുണ്ട്? KSRTC ബസ്സുകൾ പരമാവധി ഞാൻ എയർ കണ്ടീഷനിലേക്ക് മാറ്റും. കാരണം ഈ വോൾവോ ബസ് പോലുള്ള വലിയ ബസ്സുകൾ വാങ്ങിയാൽ വലിയ നഷ്ടമാണ്. 2.5 കോടി രൂപയ്ക്ക് മേളിൽ വിലയുള്ള വണ്ടി വാങ്ങിയാൽ ഒരു ഗിയർ ബോക്സ് പോയി കഴിഞ്ഞാൽ 12-18 ലക്ഷം രൂപ വേണം നമുക്ക് മാറ്റാനായിട്ട്. പക്ഷെ അതിന് പകരം നമ്മൾ ചെറിയ എയർ കണ്ടീഷൻ ബസ്സുകൾ വാങ്ങുകയാണ്. പുഷ് ബാക്ക് സീറ്റും വൈഫൈ എല്ലാം ഉള്ള വണ്ടി വരെയാണ്. ആ വണ്ടി ഒരു ജൂൺ മാസത്തോടുകൂടി റോഡിൽ വരും. പരമാവധി വടക്കോട്ട് പോകുന്ന ദീർഘദൂര സർവീസുകളെല്ലാം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പേരിൽ ഈ ബസ്സുകളായിരിക്കും ഓടാൻ പോകുന്നത്. ഈ എയർ കണ്ടീഷൻ ബസ്സിലേക്ക് മാറും. നമ്മുടെ ട്രാവൽ കൾച്ചർ, ഞാൻ സിനിമയുടെ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ സിനിമാ തിയേറ്ററിന്റെ കൾച്ചർ മാറ്റിയത്. അന്ന് എന്നെ പലരും എതിർത്തു. ഞാൻ എയർ കണ്ടീഷന്റെ തിയേറ്റർ വേണമെന്ന് പറഞ്ഞു. കേരളത്തിൽ, ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്റർ ഇല്ലാത്ത ഒരേ ഒരു എയർ കണ്ടീഷൻ ഉള്ള തിയേറ്റർ മാത്രമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ എയർ കണ്ടീഷൻ ഇല്ലാത്ത തിയേറ്റർ ഇന്ന് കേരളത്തിൽ ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വകാര്യ വാഹനങ്ങൾ പോലും AC-യിലേക്ക് നീങ്ങും. കുറച്ചുകൂടി വില കുറഞ്ഞ ചെറിയ വണ്ടികൾ, AC വണ്ടി വാങ്ങിയിട്ട് നമ്പർ കൂട്ടുമ്പോൾ ഒരു യാത്രാ സൗകര്യം വളരെ മെച്ചപ്പെടും. അത് സ്റ്റാഫിനും നന്നായിരിക്കും, യാത്രക്കാർക്കും സുഖമായിരിക്കും. ഈ റോഡ് നന്നായി ഇപ്പൊ MC റോഡിലാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. നല്ല റോഡ് MC റോഡിലാണ്. രാത്രിയൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 40 സീറ്റും 41 സീറ്റ് ഫുള്ളായ വണ്ടി പിന്നെ കോഴിക്കോട് നിന്ന് നിർത്തത്തുള്ളൂ. ആർക്കെങ്കിലും ഒരു വഴിക്ക് ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്താമെന്നുള്ളത് ഒഴിച്ചാൽ നൈറ്റിൽ എവിടെ പകലിലാണെങ്കിൽ രാത്രിയാണെങ്കിൽ എവിടെയും നിർത്തില്ല. അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുമ്പോഴാണ് യാത്രക്കാർക്ക് ഒരു വിശ്വാസം വരുന്നത്. ക്രൂ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ വണ്ടി നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകും. എയർ കണ്ടീഷൻ ആയിരിക്കും വണ്ടി. ഈ പദ്ധതി എന്ന് മുതലാണ് ആലോചനയിലേക്ക് വരുന്നത്? ഒരു 2 ജൂൺ മാസത്തോടുകൂടി ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. വണ്ടി വരുന്ന താമസമേ ഉള്ളൂ. ജൂൺ മാസത്തോടുകൂടി വണ്ടികൾ, ധാരാളം വണ്ടികൾ, ഏതാണ്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 10 വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് പാലക്കാട് ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു വണ്ടി സ്പെയർ ആയിട്ട് കിടക്കും. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ അപ്പോൾ തന്നെ അത് റീപ്ലേസ് ചെയ്യാനും പിന്നെ വണ്ടി കഴുകാനും വൃത്തിയാക്കാനും വേണ്ടി 10 വണ്ടി ഓടിക്കില്ല, 9 വണ്ടി ഓടിക്കുള്ളൂ. അതിലധികം വണ്ടികൾ വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 10 വണ്ടി ആദ്യം ആരംഭിക്കും എയർ കണ്ടീഷൻ ചെയ്തിട്ട്. വലിയ റേറ്റ് ഉണ്ടാവില്ല. ട്രെയിൻ ചാർജിനേക്കാൾ താഴെയായിരിക്കും. എയർ കണ്ടീഷൻ കോച്ചിൽ ട്രെയിനിൽ എടുക്കുന്നതിനേക്കാൾ, ജനശതാബ്ദി എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ പൈസയായിരിക്കും KSRTC വരാൻ പോകുന്നത്. വളരെ നന്ദി. വളരെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് മിനിസ്റ്റർ പറഞ്ഞത്. എന്നാലും നമ്മൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടത് ഈ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ ഇത്രയധികം പേർ പിടിക്കപ്പെട്ടതിനാണ്. എന്തായാലും അതിൽ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മിനിസ്റ്റർ പറയുന്നു. KSRTC-യിൽ കൂടുതലൊരു യാത്രാ കൾച്ചറിൽ ആ മാറ്റമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. ഞാൻ വിനോദിലേക്ക് വീണ്ടും പോവുകയാണ്. വിനോദ്, ഇപ്പോൾ മന്ത്രി KP ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഇതൊരു സ്ഥിരം പ്രക്രിയയാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക്, ബ്രത്ത് അനലൈസറിൽ പരിശോധന നടത്തിയ ശേഷം മാത്രം ഡ്യൂട്ടിക്ക് കയറിയാൽ മതി എന്നുള്ള കർശന നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മിനിസ്റ്ററുടെ പ്രഖ്യാപനം. അപ്പോൾ അത് വളരെ പ്രതീക്ഷ നൽകുന്നതും സ്വീകാര്യവുമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ പരിശോധന ഇപ്പോൾ നടത്താനിടയായ സാഹചര്യം എന്താണ്? ഇത് എന്തെങ്കിലും തരത്തിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ടോ? അല്ലെങ്കിൽ അപകടങ്ങൾ വരുന്നത് ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുള്ള വാഹനം ഓടിക്കലാണ്, അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉയർന്നിരുന്നോ? എൽദോ, നേരത്തെ തന്നെ ഈ KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നതാണ്. ജീവനക്കാർക്കിടയിലെ മദ്യപാനം. മന്ത്രി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഈ പരിശോധനയിലേക്ക് കടന്നത്. എൽദോ നേരത്തെ ചോദിച്ചതുപോലെ പെട്ടെന്ന് ഒരു മിന്നൽ പരിശോധന പോലെ വന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൂടെ. അവിടെയാണ് ഇവരുടെ ഈ ഹാബിറ്റ് കാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി അവർ തുടരുന്ന ഒരു ശീലം, അത് അതേപടി തുടരുക എന്ന കാര്യം മന്ത്രി പറഞ്ഞതിനൊപ്പം തന്നെ, അതായത് സസ്പെൻഷൻ നടപടിയാണ് സ്ഥിരം ജീവനക്കാർക്ക് ഉള്ള ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്കാണെങ്കിൽ ഇത് പിരിച്ചുവിടലിലേക്കാണ് പോകുന്നത്. അതായത് അവരുടെ ജോലി തന്നെ നഷ്ടമാകുന്ന നിലയിലേക്കാണ് ഇങ്ങനെ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയാൽ ഉള്ള നടപടി. അക്കാര്യം കൂടി ഇവിടെയുണ്ട്. അതായത് താൽക്കാലിക ജീവനക്കാർ, സ്വിഫ്റ്റിലെ അടക്കം കരാർ ജീവനക്കാരായി വരുന്നവർ, ബദലി ഡ്രൈവർമാർ, അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് പിരിച്ചുവിടലിലേക്കാണ് പോകുന്നത്. മറ്റ് സ്ഥിരം ജീവനക്കാർക്കാണ് സസ്പെൻഷൻ നടപടി. ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തേക്കും, അതല്ല ഡ്യൂട്ടിയിൽ പ്രവേശിച്ച ശേഷം മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ 3 മാസത്തേക്കുമാണ് സസ്പെൻഷൻ നടപടി. മറ്റുള്ളവരെ പിരിച്ചുവിടാനുള്ള തീരുമാനവുമാണ്. നേരത്തെ തന്നെ നിരവധി അപകടങ്ങൾ, അത് വാഹനം ഓടിച്ച് ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് മാത്രമല്ല, ആളുകൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പെട്ടെന്ന് വാഹനം എടുക്കുക, അതോടൊപ്പം തന്നെ കണ്ടക്ടർ ഇത് ശ്രദ്ധിക്കാതെ ബെല്ല് കൊടുക്കുക, ഇതെല്ലാം തന്നെ ഈ ഡ്രൈവർ കം കണ്ടക്ടർമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ കണ്ടക്ടർമാരെയും ഇത്തരത്തിൽ മദ്യപിച്ച് പിടികൂടിയിട്ടുണ്ട്.
യാത്രക്കാരോടുള്ള മോശം പെരുമാറ്റം അതും പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നതാണ്. അപകടങ്ങൾക്കപ്പുറമുള്ള ഒരു കാര്യമാണ് മോശമായ പെരുമാറ്റം. അത് ഈ ബാലൻസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ബസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയും പലപ്പോഴും ഈ വാക്ക് തർക്കമുണ്ടാകാറുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ മദ്യപിച്ച് ആണോ ഇവർ പെരുമാറുന്നത് എന്ന് കണ്ടെത്താനുള്ള സമീപനമോ ശ്രമമോ നടപടിയോ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിലെ 10 പേരെ പരിശോധിച്ച കാര്യം മന്ത്രി സൂചിപ്പിച്ചതാണ്. 9 പേരും മദ്യപിച്ച നിലയിൽ കണ്ടെത്തുകയും ഒരാളുടെ കയ്യിൽ നിന്ന് മദ്യം കണ്ടെടുക്കുകയും ചെയ്തു. ഈ തരത്തിൽ തെറ്റായ പ്രവണതകൾ, അതായത് രാത്രി അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെയും മദ്യപിച്ച ശേഷം പുലർച്ചെയുള്ള സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക, അത് അപകടത്തിൽപ്പെടുക, അപകടമുണ്ടാക്കുക, സ്റ്റോപ്പിൽ നിർത്താതിരിക്കുക, യാത്രക്കാരോട് മോശമായി പെരുമാറുക, മറ്റ് റോഡിൽ വാഹനവുമായി എത്തുന്ന ആളുകളോട് കയർക്കുക തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തെറ്റായ വഴിയിലൂടെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുന്നതും അല്ലെങ്കിൽ വലിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ റോഡിൽ നിന്ന് മാറി KSRTC ബസ്സുകൾ ഓടിച്ചു കൊണ്ടുപോകുന്നതും അടക്കമുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോഴത്തെ നടപടികളെ കാണേണ്ടിയിരിക്കുന്നു. എൽദോ. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഓർഡിനറി എന്നൊരു ചലച്ചിത്രത്തിൽ ഈ ബിജു മേനോന്റെ കഥാപാത്രം മദ്യപിച്ച് KSRTC ഓടിക്കുന്ന രംഗമൊക്കെ കൈയടിച്ച് ചിരിച്ചവരാണ് മലയാളികൾ. പക്ഷേ അത് അത്രമേൽ സന്തോഷകരമല്ല. കാരണം ഇത് നമുക്ക് മുന്നോട്ട് സുരക്ഷിതമായിട്ടുള്ള യാത്ര എന്നുള്ള വലിയ പ്രശ്നം നിലനിൽക്കുന്നു. അതിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ഗതാഗത വകുപ്പ് പോകുന്നത്. മന്ത്രി KV ഗണേഷ് കുമാർ തൊട്ട് മുമ്പ് ന്യൂസ് 8 പ്രതികരിക്കുകയും ചെയ്തു. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.